ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം. അറാദിലും ഡിമോണയിലും ഉൾപ്പെടെ ആക്രമണത്തിൽ 100-ലേറെ പേർക്ക് പരിക്കേറ്റു. 20-ലേറെ പേരുടെ നില അതീവ ഗുരുതരമാണ്. അറാദിൽ ഇസ്രായേൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇറാനിലെ തെഹ്റാനിൽ ഉൾപ്പെടെ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ തിരിച്ചടി. അതിനിടെ ഹോർമൂസ് തുറന്നില്ലെങ്കിൽ 48 മണിക്കൂറിനകം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇതുവരെ നടന്നതിൽ ഏറ്റവും ചെറുതാകും, ഏറ്റവും വലിയ ആക്രമണമാകുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിനിടെ വെടിനിർത്തലിന് ട്രംപ് പിൻവാതിൽ വഴി ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ. സൗദിയിലെ റിയാദിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. 3 1 പ്രതിരോധിച്ചു. 2 ആളൊഴിഞ്ഞ പ്രദേശത്ത് പതിച്ചുവെന്ന് സൗദി സൈന്യം. ആക്രമണങ്ങൾ തുടരുന്നതിനിടെ സൗദിയിലെ ഇറാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശം നൽകി. MCA നാസർ, ദുബായിൽ നിന്ന് BK സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആദ്യം MCA നാസറിലേക്ക്. MCA, ആശങ്ക നിറഞ്ഞ പുതിയൊരു തലത്തിലേക്ക്, എന്ന് വെച്ചാൽ വലിയ ഭീതിയുടെ തലങ്ങളിലേക്ക് യുദ്ധം പടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്റെ പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രായേൽ എത്ര വലിയ മറുപടിയാണ് ഇപ്പോൾ ഇറാനിൽ നൽകിയിരിക്കുന്നത്? അവിടുത്തെ ആൾനാശത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ വ്യക്തമാണോ? ഈ പുതിയ സാഹചര്യം, ഏറ്റുമുട്ടലിന്റെ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? സൈഫുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 23-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമവായ നീക്കങ്ങളോ വെടിനിർത്തൽ നീക്കമോ രംഗത്തില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സംഘർഷത്തെ വിപുലീകരിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമസ് കടലിടുക്കലുമായി ബന്ധപ്പെട്ട് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും വൈദ്യുത കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കുമെന്നാണ് ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും, നേരത്തെയും ഇത് സമാനമായിട്ടുള്ള പ്രഖ്യാപനം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയത് അത്തരമൊരു നീക്കത്തിന് നിങ്ങൾ മുതിരുകയാണെങ്കിൽ ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളുള്ള എല്ലാ വൈദ്യുത കേന്ദ്രങ്ങളും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് സാധിക്കും, അതിനുള്ള സൈനികമായ കരുത്ത് തങ്ങൾക്കുണ്ട് എന്നൊരു മുന്നറിയിപ്പായിരുന്നു ഇറാൻ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തെ വളരെ ഗൗരവപൂർണമായിട്ട് തന്നെയാണ് മേഖലയിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് സ്ഥിതിഗതികളെ എല്ലാ അർത്ഥത്തിലും വളരെ സംഘർഷപൂർണമായി തന്നെ ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഡിമോണ അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി നടന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനെ എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്തൊന്നുമില്ലാത്ത ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു രാത്രിയാണ് ഇസ്രായേൽ ജനത ഇപ്പോൾ അതിജീവിച്ചിരിക്കുന്നത്. 150-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. മിക്ക ആശുപത്രികളിലേക്കും ഈ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യമുള്ളതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 3-ലധികം കെട്ടിടങ്ങളാണ് ഈ ഒരു ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത്. കാരണം പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും മറികടന്നുകൊണ്ട് എങ്ങനെ ഇത്രയും മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് ഡിമോണയിലും അറാദിലും വന്നു പതിച്ചു എന്നതാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പക്ഷേ അതിശക്തമായി തന്നെ ഇറാൻ നഗരങ്ങൾക്ക് ഇതിന് മറുപടി നൽകുമെന്നൊരു മുന്നറിയിപ്പും ഇസ്രായേൽ നൽകുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് കുറെ കൂടി വ്യാപ്തിയിലേക്ക് ആക്രമണം നീങ്ങും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഈ വ്യക്തമാക്കിയത് സംഭവിക്കുകയാണെങ്കിൽ ഈ വൈദ്യുത നിലയങ്ങളെ മാത്രമല്ല ജല ശുദ്ധീകരണ പ്ലാന്റുകളിലേക്കും ഒരു പക്ഷേ ആക്രമണം നീളുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇറാനിൽ മാത്രമായിരിക്കില്ല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത്. മേഖലയിലെ പല രാജ്യങ്ങളിലേക്കും അതിന്റെ കെടുതികൾ വന്നെത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന ഒരു ആശങ്കയും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികളിലേക്ക് വരികയാണെങ്കിൽ ഈ പെരുന്നാളായതുകൊണ്ട് 2 ദിവസം ഈ രീതിയിലുള്ള ഡ്രോൺ ആക്രമണത്തിനോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിനോ ഒക്കെ നേരിയ ആശ്വാസമുണ്ടായിരുന്നു എന്ന് പ്രവാസികൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈദ് ദിനത്തിലും ഒപ്പം അതിന് തൊട്ട് മുമ്പുള്ള ദിവസവും കാര്യമായ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന്. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ഇറാന്റെ ആക്രമണം പുനരാരംഭിച്ചു എന്നാണോ വിചാരിക്കുന്നത്? ഈ റിയാദിലേക്കുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് എന്താണ് അപ്ഡേറ്റ്സ് MCA?
സൈഫുദ്ദീൻ പറഞ്ഞത് ശരിയാണ്. പിന്നിട്ടൊരു 48 മണിക്കൂറിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ നിന്ന് ഇറാൻ പിന്തിരിഞ്ഞതായിട്ടാണ് സൂചന ലഭ്യമായിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വന്നുവെങ്കിലും പൂർണ്ണമായിട്ടും ഫലപ്രദമായി തന്നെ അവ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു. ആർക്കെങ്കിലും ആളപായം സംഭവിച്ചതായിട്ടോ പരിക്കേറ്റതായിട്ടോ ഒരു റിപ്പോർട്ടും ഈ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി സൗദി അറേബ്യക്ക് നേരെ ഏതാണ്ട് 60-ലധികം ഡ്രോണുകളും മിസൈലുകളും വന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതും സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. വിവിധ അൽഖർജ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും പൂർണ്ണമായിട്ട് പ്രതിരോധിച്ചതായിട്ട് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളവും ഏറെക്കുറെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ പകലൊക്കെ കടന്നുപോയത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് വിവിധ രാജ്യങ്ങൾക്ക് നേരെ കുവൈത്ത്, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അമേരിക്കന്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ വളരെ ജാഗ്രതയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കുറെ കൂടി വ്യത്യസ്തമാണ്. കാരണം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ ആക്രമണം നടന്ന ഘട്ടത്തിൽ പോലും അതിന്റെ തിരിച്ചടി അമേരിക്കൻ താല്പര്യങ്ങളുള്ള മേഖലയിലെ ഊർജ്ജ സംവിധാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ധനകാര്യ മേഖലയിലേക്കൊക്കെ പിന്നിട്ട ദിവസങ്ങളിൽ ആക്രമണം വന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വൈദ്യുത കേന്ദ്രങ്ങളിലേക്കും ജല ശുദ്ധീകരണ പ്ലാന്റുകളിലേക്കും ഒക്കെ ഈ ആക്രമണം അമേരിക്കയും ഇസ്രായേലും വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന നേരത്തെയുള്ളൊരു മുന്നറിയിപ്പുകൾ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് മേഖല മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഈ അവസ്ഥയിൽ മുന്നിൽ നിന്ന് ഒരു സമവായത്തിലേക്ക് ഇരു കൂട്ടരെയും പ്രേരിപ്പിക്കാനോ ഉള്ള ശക്തമായിട്ടുള്ള യാതൊരു നീക്കവും തുടരുന്നില്ല. ചൈനയും റഷ്യയും തുർക്കിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടും അമേരിക്കൻ നേതൃത്വം തള്ളുകയായിരുന്നു. അത് മാത്രമല്ല ഇനി പിന്നെ ഒരു യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ കൃത്യമായിട്ടുള്ള ചില ഉപാധികൾ കൂടി ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസാരിച്ച ഘട്ടത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമ്പൂർണവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു യുദ്ധവിരാമമാണ് വേണ്ടത്. അതുമാത്രമല്ല ഭാവിയിൽ ഇറാനെ ആക്രമിക്കുകയില്ല എന്ന് അന്തർദേശീയ സമൂഹം രേഖാമൂലം തന്നെ ഉറപ്പ് നൽകണം. എങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്ന ഒരു പിടിവാശിയും ഒരു ഉപാധിയുമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംഘർഷം ഈ സ്വഭാവത്തിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നതും. സൈഫുദ്ദീൻ.